എനിക്ക് കിട്ടിയൊരു നിധിയാണ് എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ്. കുടുംബം അതായത് ഭാര്യ എന്ന് പറയാൻ സാറ് ചീത്ത പറയും, കാരണം അങ്ങനെ പറയാൻ പാടില്ല, ഭരിക്കപ്പെടുന്നവളല്ല. സഹധർമ്മിണി. ഈ സ്നേഹധർമ്മിണിയും മക്കളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അതെ അതെ, നമ്മൾ പഠിപ്പിക്കാറുണ്ടല്ലോ, ഫാമിലി ടൂറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ക്രൈസിസ് പെടുമ്പോൾ പുരുഷന്മാർക്ക് ഒന്നുകിൽ നാട് വിടുക അല്ലെങ്കിൽ തൂങ്ങിച്ചാവുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്നാൽ ഒരു സഹധർമ്മിണി, നമ്മുടെ ആത്മമിത്രം, നമ്മുടെ കൂടെയുള്ള ഒരു പെൺപിറന്നോള് ദൈവികമായ ദാനഗിഫ്റ്റാണ്. അവർക്ക് 10-25 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ചേർത്ത് വെക്കാവുന്ന സംഭവം. തീർച്ചയായിട്ടും. കാരണം ആ ധൈര്യം അപാര ധൈര്യം. നിങ്ങളുടെ കൂട്ടുകുടുംബവും നിങ്ങളുടെ നാടും തന്നെ നിങ്ങളുടെ ഫാൽക്കൺ ഏറ്റെടുത്ത് അവരങ്ങ് കൊണ്ടുനടക്കല്ലേ. അതെ. ഈ ബിസിനസ്സുകാർ, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ, നിങ്ങളൊരു നാടൻ ഗ്രാമത്തിൽ നിന്ന് വന്ന് പക്ഷെ ഒരു കുലീനമായ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അതിൽ കൂടെ വന്ന് ഇങ്ങനെയൊക്കെയായി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയതായി തുടങ്ങുന്ന സംരംഭകരുണ്ട്, നടത്തിക്കൊണ്ട് സ്ട്രഗിളായിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നമ്മളെ ഒരു ഉൾത്തെളിച്ചുണ്ട്? ഇത് തുടക്കക്കാരോട് പറയേണ്ട, ഒരിക്കലും ഞാനാണ് ബോസ്, ഇത് ഞാൻ കൊണ്ടുവന്ന സ്ഥാപനമാണ്, ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല എന്ന ഒരു ഈഗോ അത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം പുരോഗമിക്കും. പോയി. പിന്നെ സാറ് കുടുംബത്തിനെ പറ്റി പറഞ്ഞു. കുടുംബത്തിന് സാറിന് അറിയുന്നുള്ള കുറേ കാര്യങ്ങൾ. എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് എൻ്റെ പ്രിയതമ, എൻ്റെ വൈഫ് ഷെരീഫ സുലൈഖ. സ്വാഭാവികമായിട്ടും കുടുംബം അതായത് ഭാര്യ എന്ന് പറയാൻ സാറ് ചീത്ത പറയും, കാരണം അങ്ങനെ പറയാൻ പാടില്ല, ഭരിക്കപ്പെടുന്നവളല്ല. സഹധർമ്മിണി. അപ്പൊ സ്നേഹധർമ്മിണി. അതെ. ഈ സ്നേഹധർമ്മിണിയും മക്കളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടെന്നാൽ ഒരിക്കലും ബിസിനസ് തീർച്ചയായിട്ടും ഒരിക്കലും. കാരണം അത് എനിക്കൊരു അനുഭവം. 24-ാം വയസ്സിലാണ് ഞങ്ങളൊരു ഫുട്വെയർ മാനുഫാക്ചറിങ് കമ്പനി, അന്നത്തെ 1.5 crore ചെയ്തിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട ഒരു കുറച്ച് ആളുകളാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അഡ്മിൻ മാനേജറും ഞാനാണ്. വലിയ ഭാരം. ആ നിലയ്ക്ക് എനിക്ക് ചെയ്യുന്നത് പെർഫെക്ഷൻ ആക്കുക എന്നുള്ള അന്നത്തെ, ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ അതിൽ, അന്നത്തെ പറയാം. എന്നിട്ട് 10-12 വർഷം 10-18 മണിക്കൂറൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ഒരു ഒഴിവ് ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച്, എനിക്കും സഹധർമ്മിണിക്കും ഒരുമിച്ച് ഒരു പിക്നിക്കിന് പോയാൽ അന്ന് സാധിച്ചിട്ടില്ല. അതിന് നമ്മോട് ഒട്ടി നിൽക്കുക, അവർ അത്രയും സഹനത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട്. അതാണ് ഞാൻ ഷെരീഫ സുലൈഖ ബീവിയെ നമ്മൾ പറയല്ലോ, നമ്മളിപ്പോ പലിശയും കൂട്ടുപലിശയും സഹിതം അന്ന് കൊടുക്കാത്ത ആ സമയത്തിന് അതിന്റെ എത്രയോ ഇപ്പോഴും അതൊരു വലിയ കാത്തിരിപ്പ്, ക്ഷമയ്ക്ക് ഈ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ആ കാത്തിരിപ്പും അപ്പോഴും സ്വാഭാവികമായിട്ടും അതിന്റെ ഫലം അനുഭവിക്കേണ്ട സമയമാണ്. ഇപ്പോഴും ഞാൻ ഇഷ്ടം പോലെ കുടുംബത്തിന്റെ കൂടെയാണ് അധിക സമയത്തും. അവരെ പറ്റി നിങ്ങൾ ഒരുപാട് 100 നാവാണ് ശരിക്കും. നിങ്ങളുടെ ബീവിയെ കുറിച്ച് പലപ്പോഴും നമ്മൾ പങ്കിട്ട് 100 നാവാണ്. കാരണം നിങ്ങളെ പല ചലഞ്ച്, ക്രൈസിസ്, പ്രോബ്ലംസ്, ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ വിഴുങ്ങും, നിങ്ങൾ തീർന്നു പോകും എന്നൊക്കെ ധരിച്ചിരുന്ന ആ ഒരു കാലഘട്ടം. തീർച്ചയായും അപ്പൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായും. കാരണം ഒരു സ്ത്രീയുടെ ധൈര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കും മറ്റേ സ്ത്രീകളാണ്, അവരെന്തെങ്കിലും പറയാം, അവർ മൈൻഡ് ചെയ്യാതെ വിടുന്ന പലരും കാണും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഓരോ വാക്കുകൾ നമുക്ക് കിട്ടുന്ന പ്രചോദനം ചില്ലറയല്ല. ഇത് ഞാൻ ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരാളെ സഹായിച്ചാണ് ഒരു വിസ കൊടുത്തിട്ട്, എനിക്ക് സിഗ്നേച്ചർ അതോറിറ്റി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. അവസാനം കാർഡ് ബ്ലോക്കായി. അങ്ങനെ ആകെ പ്രശ്നത്തിലും എല്ലാം കൂടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഇത് കണ്ടിട്ട് പറഞ്ഞു, 2 ദിവസമായല്ലോ നിങ്ങളെ, എന്താ പ്രശ്നം എന്താണ് പറയാൻ വേണ്ടി പറഞ്ഞു. പ്രശ്നം ഇന്നതുണ്ട്, സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ഭാര്യയും കുട്ടികളും എന്ത് ചെയ്യും, ഞാൻ എന്താക്കും, എങ്ങനെയാലും ജോലിയിൽ നിന്ന് പിരിച്ചു വിടും. കാരണം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, ഞാൻ ചെയ്ത സഹായമാണെങ്കിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യും. അപ്പോഴേ ഈ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിക്കുമ്പോൾ വൈഫ് നിർബന്ധിച്ചും വൈഫിനോട് ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞപ്പോൾ വൈഫ് എടുത്ത വഴിക്ക് പറഞ്ഞത്, ഇത് തലവട്ടാൻ വിധിക്കുന്ന കേസൊന്നും അല്ലല്ലോ, പിന്നെ ഇതിനെ ടെൻഷനാവുന്ന പരിഹാരം ചെയ്യാന്നല്ലാതെ. അതോടുകൂടി സത്യത്തിൽ എനിക്ക് എന്തോ ഒരു ഭാരം കുറഞ്ഞെന്ന് മാത്രമല്ല, അതെങ്ങനെ പരിഹരിക്കാം എന്നതിലേക്ക് പരിഹരിക്കുകയും ചെയ്തു. ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. നമ്മൾ പഠിപ്പിക്കാറുണ്ടല്ലോ, ഫാമിലി ടൂറിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ക്രൈസിസ് പെടുമ്പോൾ പുരുഷന്മാർക്ക് ഒന്നുകിൽ നാട് വിടുക
അല്ലെങ്കിൽ തൂങ്ങിച്ചാവുക, രണ്ട് ഓപ്ഷനേ ഉള്ളൂ. എന്നാൽ ഒരു സഹധർമ്മിണി, നമ്മുടെ ആത്മമിത്രം, നമ്മുടെ കൂടെയുള്ള ഒരു പെൺപിറന്നോള് ദൈവികമായ ഗിഫ്റ്റാണ്. അവർക്ക് 10-25 ഓപ്ഷൻസ് ഉണ്ട് നമ്മൾ പറയാറുണ്ടായിരുന്നു. ചേർത്ത് വെക്കാവുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും. കാരണം ആ ധൈര്യം അപാര ധൈര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ അറിയാൻ കഴിയണം നമ്മളെ സാധാരണയ്ക്ക്. കാരണം നമ്മൾ വരുന്നത് ബിസിനസ്, മറ്റുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ, ബിസിനസ്സിലൊക്കെ വളരെ സുഖമാണൊക്കെ വെറുതെ പറയുന്നത്. കാരണം അതിൻ്റെതായ ടെൻഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അത് ഏത് ഫീൽഡിലും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ പേറി വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു സൗഹൃദമായിട്ട് പെരുമാറാനും മറ്റൊക്കെ കഴിയാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കിട്ടല. അതേ ദിവസത്തിൽ വന്ന് കയറുന്ന സമയത്ത് തന്നെ 100,000 പരാതിൻ്റെ കെട്ടിങ്ങോട്ട് വെച്ച് അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തം അപ്സെറ്റ് ആവും, ഒന്നും കഴിയും. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ദൈവാനുഗ്രഹം തന്നെയാണ്. വളരെ ഭയങ്കരമാണ്. ഇന്നലെ നിങ്ങളുടെ യാത്രയിൽ പോലും ഞാൻ ആലോചിക്കുകയാണ്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ബുദ്ധിമുട്ടി പോകരുതെന്ന് കരുതിയിട്ട് കൃത്യമായ ഒരു വിഭവസമൃദ്ധമായ ഒരു പാക്ക് ടിഫിന് നിങ്ങൾക്ക് കൊടുത്തു വിടുന്ന ഒരു സഹധർമ്മിണി, ആത്മമിത്രം, അവരെന്താണ് വിളിക്കുക അല്ലെ? സാലഡ് അടക്കം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഏതൊക്കെയാണ് ഇതൊരു എല്ലാ സഹധർമ്മിണിമാർക്കും ഒരു അനുകരണീയമായ മാതൃക തന്നെയാണെന്ന് എനിക്ക് ഒരുപാട് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയാണ്. 100%. കാരണം ഇങ്ങനെ ഈ 4-5 മക്കളെ ഇതുപോലെ സംരംഭത്തിൽ തന്നെ, നിങ്ങളുടെ തന്നെ സംരംഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളാക്കി മാറ്റി അവർക്ക് വേണേ ഉയരത്തിലിരിക്കായിരുന്നു. എന്റെ മൂത്ത മകള് സാറിന് അറിയാലോ, അന്ന് സാറിന്റെ ട്രെയിനിങ്ങിന് വന്നിരുന്നവർ വായിച്ചിരുന്നു എന്റെ മകന്റെ കൂടെ. അതെ. അപ്പം എന്റെ മൂത്ത മകളും എന്റെ ചെറിയ മകനും, അതായത് ചെറിയ മകൻ നിതാലും ഇതിൽ സജീവമാണ്, എന്റെ ബിസിനസ് സജീവമാണ്. അതെ. പിന്നെ അതേപോലെ തന്നെ അനിയന് ബ്രദർ ആമിദ് പാർട്ട്ണറാണ്. വേറൊരു അനിയനുണ്ട്, മറ്റേ ഫസലും വർക്ക് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ ജ്യേഷ്ഠന്റെ അനിയന്റെ മകള് തുടങ്ങി ഏകദേശം കുടുംബത്തിലേക്ക് മൊത്തമായിട്ട് നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ഏകദേശം ഇത് കേൾക്കുന്ന ആളുകൾക്കും വലിയൊരു പ്രചോദനം തങ്ങളെ. കാരണം എന്താ അറിയോ, നമ്മൾ പറയും ട്രസ്റ്റ് ആൻഡ് എബിലിറ്റി. ഒരാളെ എടുക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ നമ്മൾ പ്ലേസ് ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണത്. കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ പോലെയല്ലേ, ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അറിയാലോ, നമ്മൾ അനുഭവിച്ചല്ലേ. 10-29 വർഷമായിട്ട് എനിക്കറിയാം, നിങ്ങൾക്ക് അതിലേക്ക് കൂടുതൽ അറിയാം. അപ്പം ഒരു ട്രസ്റ്റ് ഉള്ള ആളുകളെ നമ്മൾ കുടുംബത്തിൽ നിന്ന് എടുക്കാൻ പറ്റും. പക്ഷെ എബിലിറ്റി, സ്കില്ല് ഉണ്ടാവണമെന്നില്ല, തൊഴിലറിയണമെന്നില്ല. അവരെ നമുക്ക് ട്രെയിൻ ചെയ്ത് അതെടുത്ത് കൊടുത്താൽ അതൊരു വലിയ സംഭവമാണ്. അതാണ് താങ്കൾ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇത് തുടക്ക സമയത്ത് വളരെയധികം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തികമായിരുന്നു. ആവശ്യ സമയത്ത് ആവശ്യത്തിനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഇന്ന് ബാങ്ക് പിന്നിൽ നടന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും തരാമെന്നാണ് പറയുന്നത്. കാരണം ബാങ്ക് റെക്കോർഡ് മറ്റേ ട്രാക്കും വളരെ പറയാറുണ്ട്, പണം ഒട്ടും ആവശ്യമില്ലാത്ത സമയത്ത് ബാങ്ക് പിന്നാലെ നടക്കുന്നു, പണം ആവശ്യമുള്ള സമയത്ത് അവർ ആട്ടി നമ്മളെ പുറത്താക്കും. കാരണം ഒരു ഒന്നുമില്ല, അതിന് 100,000 പേപ്പർ കാര്യങ്ങൾ മറ്റുള്ളതൊക്കെ വരുന്ന സമയത്ത് സ്വത്ത് കൊടുത്താലടക്കം അതിൻ്റെ പിന്നിൽ നടന്നിട്ട് വെറുത്തിട്ട് ഒഴിവാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. പക്ഷേ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് വന്നിട്ട് എത്ര ലക്ഷം വേണോ തരാം, ഒരു ഈടും വേണ്ട, ഒരു സ്വത്തും വേണ്ട, നിങ്ങളെ ട്രാൻസാക്ഷനും അത്രയും ബ്രാൻഡഡ് ഇമേജും ഇക്വിറ്റിയും ഒക്കെ, അതിന് ബ്രാൻഡ് ഇക്വിറ്റിയും ഒക്കെ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവര് പറയുന്നത്. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ ആ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്തു. 3 ഘട്ടം നമ്മൾ എന്ത് ചെയ്തു, ആ പിന്നെ നമ്മളെ ശൈശവം, ബാല്യം, ഇപ്പൊ നമ്മൾ യുവത്വത്തിലാണ്. നല്ല പക്ഷെ ഇല്ല, എന്റേത് ഏകദേശം ആയി തുടങ്ങി. ഞാൻ എന്റെ ഒരു പ്ലാൻ ചെയ്തത് ഞാൻ ഇനി 1.5 വർഷം കൂടെ ഒരു ഓണർഷിപ്പിലേക്ക് വരികയാണ്. നമ്മൾ ഓണർ എന്ന് പറയാ, നിങ്ങൾ മൂത്ത പഴുത്ത ഭാഗമായിട്ട് പുറത്തു പോയിട്ട് നിങ്ങളെ സംരംഭത്തെ പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരു ഫ്രീഡം, അപ്പോഴാണ് ഓണർഷിപ്പ് എന്ന് ശരിക്കും നമ്മൾ പറയാം. അത് ഒരു 1.5 വർഷം കൊണ്ട് ഞാൻ ഏകദേശം ആ രീതിയിലേക്ക് മാറും. അപ്പൊ എന്റെ യുവത്വം ഏകദേശം എനിക്ക് വളരെ സന്തോഷം. നമ്മൾ പണ്ട് പരിചയപ്പെട്ടത് മുതൽ നിങ്ങൾ ഓരോ കാര്യവും അഗ്രസീവ് ലേണിംഗ് എന്തൂസിയാസം എന്ന് പറയുന്ന ഒരു വല്ലാത്ത അത് ലേണിംഗില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ബിസിനസ് കോഴ്സിന് ചേർന്നിട്ട് ചെന്നൈയിൽ നിന്ന് മറ്റേ ഡിഗ്രി വാങ്ങുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അങ്ങനെ പല സുഹൃത്തുക്കളിലും ആ ഫോട്ടോ ഫേസ്ബുക്കിലും മറ്റോ കണ്ടിട്ട് അവര് വിളിച്ചു ചോദിച്ചു, വയസ്സുകാലത്തെങ്കിലും നിർത്തിക്കൂടെ, ഇപ്പോഴും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ആറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് അത് നിങ്ങളെ കാണുമ്പോൾ തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇത് കാഴ്ചക്കാർക്കും കാണുന്നവർക്കും പരിചയപ്പെട്ടവർക്കും അനുഭവപ്പെട്ടവർക്കും ഒക്കെ തങ്ങളൊരു എന്താ പറയുക, ഒരു എനർജിയാണ്, ഒരു ആക്ടിവേഷൻ, ഒരു എന്തൂസിയാസം. നമുക്ക് അതാണല്ലോ, ഒരു മനുഷ്യന്റെ അടുത്തിരുന്നാൽ സംസാരിക്കാതെ തന്നെ ഒരു എനർജി കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ദൈവഭാഗ്യമാണ്.
തീർച്ചയായിട്ടും അത് താങ്കൾക്ക് കിട്ടുന്നത് നല്ലതായിരിക്കാം. നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത, ഈ ലീഡർഷിപ്പൊക്കെ നിങ്ങളിലേക്ക് എത്തിയതും മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകുടുംബവും നിങ്ങളുടെ നാടും തന്നെ നിങ്ങളുടെ ഫാൽക്കൺ ബെറ്റിനെ ഏറ്റെടുത്ത് അവരങ്ങ് കൊണ്ടുനടക്കല്ലേ. അതെ അതെ, ഇത് എളുപ്പമല്ലല്ലോ. തീർച്ചയായും. ഞാൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പം വളരെ ഫ്രീ ആണ്. ഇപ്പം എനിക്ക് R&Dന്റെ പണി മാത്രമേ ഉള്ളൂ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അത് നന്നായി. ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഇപ്പോഴ് തമിഴ്നാട്, കർണാടക, കേരള, പിന്നെ പേരിനെ ഇപ്പം ആന്ധ്രയും തെലുങ്കാനയേ ഉള്ളൂ. സൗത്ത് ഇന്ത്യ മുഴുവനായിട്ടും, അതായത് ആന്ധ്രയും തെലുങ്കാനയും ഇപ്പം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഏകദേശം മൊത്തം വ്യാപിപ്പിക്കും. ഓക്കെ, അതും ഡെവലപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മൾ സൗത്ത് ഇന്ത്യ മൊത്തമായി. ഇനിയിപ്പോ അടുത്ത ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്തായാലും നോർത്ത് ഇന്ത്യയും അതുപോലെ തന്നെ വേൾഡിൽ പല ഭാഗത്തും ഇപ്പൊ തന്നെ ഉണ്ട്. ഇനി ഒന്നുകൂടെ സ്പ്രെഡപ്പ് ചെയ്താൽ അതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് ഫാൽക്കൺ മെഡിക്കേറ്റഡ് എന്ന് പറയുന്ന ആ ഒരു വലിയ ബ്രാൻഡ് തീർച്ചയായും അങ്ങനെ ആയിത്തീരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമുക്ക് ഈ ബിസിനസ്സുകാർ, നമ്മുടെ നാട്ടിലെ ബിസിനസ്സുകാർ, നിങ്ങളൊരു നാടൻ ഗ്രാമത്തിൽ നിന്ന് വന്ന് പക്ഷെ ഒരു കുലീനമായ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. അതിൽ കൂടെ വന്ന് ഇങ്ങനെയൊക്കെയായി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയതായി തുടങ്ങുന്ന സംരംഭകരുണ്ട്, നടത്തിക്കൊണ്ട് സ്ട്രഗിളായിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്, അങ്ങനെ നടത്തി വിജയിപ്പിക്കുന്ന ആളുകളും വിജയിച്ച ആളുകളുണ്ട്. ഇവരോടൊക്കെ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു വലിയ വിസ്ഡം, ഇത്രയും കാലഘട്ടത്തിൽ ജോലിയിൽ തുടങ്ങി, പഠനം കഴിഞ്ഞ് ജോലിയിൽ തുടങ്ങി, അതുപോലെ അങ്ങനെ വന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്താണ് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നമ്മളെ ഒരു ഉൾത്തെളിച്ചുണ്ട്? ഇത് തുടക്കക്കാരോട് പറയേണ്ട, ഒരിക്കലും നിരാശപ്പെടരുത്. നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അതുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. കാരണം എന്തും നേടിയെടുക്കാൻ പറ്റുന്നല്ല, നമ്മളൊരു എന്താ പറയുക, ഒരു വയബിൾ അല്ലാത്തൊരു പ്രൊജക്റ്റ് കൊണ്ടുപോയിട്ട് ഞാനിത് നേടിയെടുക്കുമെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. കാരണം അത് വയബിൾ ആയിരിക്കണം. അത് വിജയിപ്പിക്കുക എന്ന ദൗത്യം നമ്മളെ ആത്മവിശ്വാസത്തിനനുസരിച്ച് നമ്മളത് ആത്മവിശ്വാസത്തോടു കൂടി അത് ചെയ്തു. നിരവധി സ്ട്രഗിൾസ് നമ്മൾ ഉണ്ടാവും, അതിൻ്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ കടമ്പകളൊക്കെ കടക്കാൻ നമ്മൾ തയ്യാറാണ്. പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി നിൽക്കും. അല്ല, സംരംഭം വേണ്ടല്ലോ, ജീവിതം തന്നെ സ്ട്രഗിൾ ഇല്ലേ? അതെ, ജീവിതം തന്നെ ഒരു സമരവും ചാലഞ്ചും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ സംരംഭത്തിന്റെ പറയേണ്ടതില്ല. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും ആ ഒരു വലിയ സംരംഭത്തിന്റെ ചാലഞ്ച് ഏറ്റെടുക്കുന്നതല്ലേ നല്ലത്. നമ്മൾ പിന്മാറാതെ മുന്നോട്ട് പോവുക. എവിടെയൊക്കെയാണോ നമുക്കുള്ള വീഴ്ചകൾ, ഏതൊക്കെയാണോ നമ്മളെ ദുർബലമായിട്ടുള്ള നമ്മളെ നീക്കങ്ങൾ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. പിന്നെ അതേപോലെ തന്നെ ഇതിന് നമ്മളൊരു അച്ചടക്കം, എപ്പോഴും എഴുന്നേൽക്കണം. നമ്മൾ എന്തൊക്കെ ടൈം മാനേജ്മെന്റ്, നിങ്ങളുടെ ജീവിത ചിട്ട ഒന്ന് എന്താണ് നമുക്കൊന്ന് പകർന്നു കൊടുക്കാലോ. നിങ്ങളുടെ ജീവിത ചിട്ടയിൽ നിന്ന് നിങ്ങൾ സംശീകരിച്ച അച്ചടക്കം എന്ന് പറയുന്നുണ്ടല്ലോ, അതെന്താണ്? അച്ചടക്കം രാവിലെ കഴിയുന്നത് നേരത്തെ എഴുന്നേൽക്കുക. പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് ചെയ്യാം. ചെറുതായിട്ടാണെങ്കിലും, വലിയ ഹെവി അല്ലെങ്കിൽ ചെറുതായിട്ട് എക്സസൈസ് ചെയ്യാം. പ്രാർത്ഥനയും നമ്മുടെ മറ്റുള്ള ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതി തയ്യാറാക്കണം. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന ലിസ്റ്റ് നമ്മളെടുത്ത് വേണം. അത് പ്രയോറിറ്റൈസ് ചെയ്യാം. അതിന് ഒരു ദിവസം മാറ്റി വെച്ചാലും തിരക്കില്ല. കാരണം അത് എഴുതാനും അത് പ്രയോറിറ്റൈസ് ചെയ്യാനും എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാം. ടോപ്പ് അർജന്റ്, നോർമൽ, ഇതേപോലെ ലിസ്റ്റ് പ്രയോറിറ്റി തെറ്റില്ല. അതിന്റെ ഉള്ളിൽ നമ്മൾ ഇന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്യണമെന്നും വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ഡെലിഗേഷനാണ്. ഞാനാണ് ബോസ്, ഇത് ഞാൻ കൊണ്ടുവന്ന സ്ഥാപനമാണ്, ഞാൻ അറിയാതെ ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല എന്ന ഒരു അത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥാപനം പുരോഗമിക്കില്ല. അത് പിന്നെ നമുക്ക് അതിന് പേര് സെൽഫ് എംപ്ലോയ്മെന്റ്, നമ്മൾ ജോലി ചെയ്യാൻ, നമ്മൾ ശമ്പളം വാങ്ങി, ഈ പണി വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുക, കറക്റ്റ് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക. തീർച്ചയായും. എന്നാലും എന്താ, നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. കാരണം ഒരു പാർട്ട് ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ഈ 80-20 പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ 80 വിട്ടുകൊടുക്കണം. പ്രധാനപ്പെട്ട നമ്മൾ മാത്രം ചെയ്തേ പറ്റൂ എന്ന ഒരു 20% നമ്മൾ ചെയ്യാം. വിൽഫ്രഡ് പാരറ്റോ പ്രിൻസിപ്പിൾ 80-20 നിങ്ങളെ വല്ലാതെ സ്വാധീനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായും. 80-20 80 വിട്ടുകൊടുത്ത് 20 എടുക്കുക. പിന്നെ കുറച്ചുകൂടെ ഇപ്പൊ നിങ്ങളെ സ്റ്റേജ് 20 തന്നെ 80-20 എടുത്താൽ 16-4 ആവും. 16 വിട്ടുകൊടുത്ത് 4 എടുക്കും. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾ എന്തായിരുന്നാലും 1.5 വർഷം കഴിയുമ്പോൾ ആ 4-3 വിട്ടുകൊടുത്ത് 1 എടുക്കും. അപ്പൊ 100-1 എടുത്തുകൊണ്ട്
അവിടത്തേക്കാണ് യാത്ര. അതെ അതെ തീർച്ചയായിട്ടും വളരെ ആവേശകരമായ ജീവിതയാത്രയും സംരംഭ യാത്രയാണിത്. നമുക്ക് സന്തോഷം പകർന്നേ. എൻ്റെ മറ്റൊന്ന് പറയാൻ എനിക്ക് ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതല്ല, നമുക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. സെൽഫ് എസ്റ്റീമിലൂടെ സെൽഫ് കോൺഫിഡൻസ്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഡോക്ടർ ജോസഫ് മർഫിയുടെ ഒരു ബുക്ക് ഉണ്ട്, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും. യെസ്. അത് ഒരു വട്ടം വായിച്ചാൽ എന്താണ് ഞാൻ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. നമ്മളിപ്പോഴും ഒരു കാര്യം തീരുമാനിച്ചു വിജയിക്കും എന്ന് നമ്മളെ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വിജയമാണ്. പരാജയപ്പെടുമോ എന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ അത് പരാജയമാണ്. ഇന്ന് ഓർക്കുന്നുണ്ട്, മൈൻഡ് ഊൺ കഴിഞ്ഞപ്പോ പുസ്തകം പറഞ്ഞപ്പോ ആ പുസ്തകത്തിന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞ് നിങ്ങൾ ഉറപ്പിച്ചിട്ട് അത് അന്ന് തന്നെ വായിച്ചു എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും അതിന്റെ ഫലം, ഗുണഫലം അല്ലേ, വലുതായിരുന്നു. വായന എങ്ങനെയാണ് നിങ്ങളെ സ്വാധീനിച്ചത്? വായന സ്വാധീനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഈ രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത് അന്ന് സാറ് പറഞ്ഞ ശേഷം, ജോസഫ് മർഫിന്റെ. പിന്നെ അതേപോലെ തന്നെ മറ്റേ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ. പിന്നെ അതെ, പിന്നെ അത് റിച്ച് ഡാഡ് പ്യുവർ ഡാഡും അതേപോലെ തന്നെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ഒക്കെ ഏകദേശം ഒരു ഈക്വൽ ഇത് വരുന്ന ഒരു സെയിം ഇതായിട്ടും. പക്ഷെ അതേ അവസരത്തില് അത് വളരെ സാധാരണക്കാർ വായിച്ചിരിക്കുക എന്നാൽ തന്നെ അതെന്താ അസാധാരണത്വം നമ്മളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. തീർച്ചയായും ചെയ്യാൻ തുടങ്ങും. കാരണം അത് വായിച്ച ഒരു സംരംഭകനാണെങ്കിൽ ഒരിക്കലും അയാൾക്ക് പരാജയപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അത് വായിച്ച ഒരാൾക്ക്. കാരണം ഞാനാണ് എല്ലാം തീരുമാനിക്കുന്നത്, എൻ്റെ മനസ്സാണ് എല്ലാം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല. അതെ. ശരിക്കും ദൈവികമായി കിട്ടിയ നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ ശരിക്കും ജീവിതം. തീർച്ചയായിട്ടും ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നതല്ലേ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് തിരിച്ചറിയല്ലേ നമ്മള്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ ആരോഗ്യത്തിൽ തുടങ്ങി കുടുംബത്തിൽ, അതുപോലെ ടീമിൽ, അതുപോലെ മാർക്കറ്റിൽ, സമൂഹത്തിൽ എല്ലായിടത്തും പരന്ന് നടക്കുമ്പോഴും സമയത്തിന്റെ ക്ലിപ്തതയും കൃത്യതയും വരുത്തിയിട്ട് ഒരു അടുക്കും ചിട്ടയുള്ള അച്ചടക്കം പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ ഒരു അച്ചടക്കത്തിലൂടെ ആ ട്രാക്കിൽ ഇത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഈ ട്രാക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ബെല്ലും ബ്രേക്കും ഇല്ലാതെ പോയി. കാരണം സമയത്തിന് കണക്കൂട്ടലില്ല, നമ്മൾ മാക്സിമം അധ്വാനിക്കുന്നു, മാക്സിമം ഓടുന്നു, ആ രീതിയിലാണ്. പക്ഷെ ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ രീതിയിൽ അതിലൊരു ഭാഗമായി തീർച്ചയായിട്ടും അത് പഠന പരിശീലനങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സംഖ്യ ശരിക്കും മാറ്റി വെക്കണം. കാരണം വരുന്ന അപ്ഡേറ്റ്സ്, അതായത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുക, അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു പോകും. തീർച്ചയായിട്ടും. അത് നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മളൊരു യാത്ര ചെയ്യുക, അതിൽ നമ്മൾ വളരുന്നുണ്ടല്ലോ. അതുപോലെ വലിയ ആളുകളുമായി അസോസിയേറ്റ് ചെയ്യുക, അതിൽ നമ്മൾ വളർച്ചയുണ്ട്. നല്ല പുസ്തകം താങ്കൾ പറഞ്ഞ പോലെ അതിൽ വളർച്ചയുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും അതിൽ വളർച്ചയുണ്ട്. നല്ല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, അത് വലിയ വളർച്ചയാണ്. പിന്നെ ഞാൻ വളർച്ച കണ്ട ഒരു സംഭവമുണ്ട്. പക്ഷെ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എക്സ്പെൻസ് അല്ല, അത് ഇൻവെസ്റ്റ്മെന്റാ. തീർച്ചയായിട്ടും ആ നിക്ഷേപം എന്നുള്ള ബോധ്യം നമ്മളിൽ വന്നപ്പോൾ നമ്മളിൽ നിക്ഷേപിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം. തീർച്ചയായിട്ടും. നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ ഉറങ്ങിപ്പോവല്ലോ, നമ്മൾ മുഴുവൻ ചുറ്റുപാടുകൾ വീക്ഷിക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം കൊച്ചിയിൽ വന്നു, ഇപ്പോൾ ഒഴിവിട്ടിൻ്റെ ഇവിടെ ചുറ്റുപാടത്തുള്ള മാളുകളും മറ്റുള്ളതൊക്കെ ഒന്ന് കയറി ഇറങ്ങും. നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട ഉദ്ദേശം അല്ലെങ്കിലും ജസ്റ്റ് അവിടെ എങ്ങനെയൊക്കെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്, അതായത് ഞാൻ പറഞ്ഞത് വളരെ ഒരു നിരീക്ഷണ സ്വഭാവം കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന് വരുന്ന ചിലവൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമ്മളെ എക്സ്പെൻസ് അല്ല. അതേപോലെ ട്രെയിനിങ്, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, എക്സ്പെൻസ് അല്ല. ഞാൻ എൻ്റെ ജീവിതത്തിലോ അത് നമുക്ക് മാത്രം പോരട്ടോ, അല്ല, കാരണം ഈ ട്രെയിനിങ് നമ്മുടെ സ്റ്റാഫിനും കിട്ടും, നമ്മുടെ സ്റ്റാഫിനും കുടുംബത്തിനും കിട്ടണം. എന്നാൽ മാത്രമേ എന്താ ഉള്ളൂ, നമ്മളെ കൂടെ നിൽക്കാൻ അവർക്ക് പ്രാപ്തരാവുള്ളൂ. നമുക്ക് ആ സപ്പോർട്ടും പിൻബലവും ഫൗണ്ടേഷൻ തരുന്ന അവരല്ലേ. ഞാനൊക്കെ അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. എന്നിട്ട് നമ്മുടെ ആ പഠന പരിശീലന അഭിരുചി, അതിലൂടെയുള്ള ഒരു ആഗ്രഹം, അതിയായ അഭിനിവേശം. തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് ലേണിംഗ് ആണ് പ്രധാന ഘടകം. ഏണിംഗ് വരുന്നത്. അതെ, ലേണിംഗ് ഉണ്ടെങ്കിൽ ഏണിംഗ് വരുള്ളൂ, അതല്ലെങ്കിൽ നിന്നുപോകും. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു അംബാസഡർ കാർ റോഡ് മുഴുവൻ ഭരിച്ചൊരു സമയം ഇന്ന് കാണാനില്ല. അപ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനോ അപ്ഡേറ്റ് ചെയ്യാനോ പറ്റിയില്ല. നമുക്ക് മടിയോ അല്ലെങ്കിൽ പേടിയോ ചിലപ്പോൾ സംശയിച്ചോ നിന്ന് പോയിട്ടുണ്ടാവും. പല കാരണങ്ങളായിരിക്കും. എന്തായിരുന്നാലും ഈ ഒരു എപ്പിസോഡ്
വളരെ സന്തോഷകരമായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ സാറ് നേരത്തെ ചോദിച്ചല്ലോ തമിഴ്നാടിനെ പറ്റി. തമിഴ്നാട്ടിലെ ഞങ്ങളുടെ കമ്പനിയുടെ ഓൺ ഷോറൂമാണ്. ഈറോഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാളാണ് ടെക്സ് വാലി. ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് സ്ഥലങ്ങൾ. അതായത് ആ ഏരിയയിലുള്ള എല്ലാ ടെക്സ്റ്റൈൽസിൻ്റെയും കേന്ദ്രമാണ്, ഷോറൂമുകളും മറ്റുള്ളതൊക്കെയാണ് ടെക്സ് വാലി. അതിൻ്റെ പുറമായിട്ടൊന്നുള്ളതാണ് ഞങ്ങളുടെ മാട്രസിൻ്റെ ഒരു ഷോറൂം. എക്സ്ക്ലൂസീവ് ഷോറൂം ഉണ്ട്. ആ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു പ്രാവശ്യം മുത്തുസ്വാമി അവിടുത്തെ മിനിസ്റ്റർ ബന്ധപ്പെട്ടിട്ട്, അപ്പോൾ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. MLAക്ക് വന്ന് എന്തോ അസംബ്ലി കമ്മിറ്റി ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ല, നിങ്ങൾ ഏതായാലും നടത്തിക്കോളൂ, ഞാൻ പിന്നെ വരാമെന്ന്. അങ്ങനെ ഒരു ദിവസം ഉദ്ഘാടനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യാദൃശ്യമായിട്ടൊരു ഫോണും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ 2 മന്ത്രിമാരും ഈ MLA എല്ലാവരും കൂടി ഞാൻ സാറിന് ഫോട്ടോ അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്തുണ, നമ്മൾ അവരോട് എങ്ങനെ പെരുമാറുന്നോ ആ പിന്തുണ അതേപോലെ നമുക്ക് തിരിച്ചു വരും. തീർച്ചയായിട്ടും. ഞാൻ പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് 10-11 വർഷം കൊണ്ട് ട്രെയിനിങ്ങിൽ മാത്രമായിട്ട്. അതിന് മുമ്പ് ഒരുപാട് പരിചയങ്ങൾ, ബന്ധങ്ങളുണ്ട്. അതിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു പവിത്രമായ ബന്ധമാണ് തങ്ങളുമായിട്ടുള്ളത്. അത് തങ്ങളുടെ കുടുംബത്തിലെ ഓരോ പേരുകളെയും നമ്മൾ ഓർക്കുക. അവരൊക്കെ ഹൃദ്യമായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെ കാണാൻ നമുക്ക് സാധിക്കുക എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും താങ്കൾ തന്നതാണത്. താങ്കൾ തന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് തിരിച്ചു തരാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ഗിവിങ് ആറ്റിറ്റ്യൂഡ് മെന്റലി, അതുപോലെ തന്നെ ഫിനാൻഷ്യലി, അതുപോലെ തന്നെ സോഷ്യലി, ഇങ്ങനെ അകന്നറിഞ്ഞ് കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ടാങ്ക് നിറഞ്ഞ ആ ഒരു കുലീനത ഉണ്ടല്ലോ, അത് തന്നെയാണ് താങ്കളുടെ വിജയം എന്ന് ഞാൻ. ഒരു കാര്യം കൂടി നേരത്തെ സാർ ബിസിനസിനെ പറ്റി ചോദിച്ചു, സെയിലിനെ പറ്റിയൊക്കെ. ഈ സെയിലിൽ തന്നെ പ്രധാന ഒരു ഘടകം പിന്നെ സാറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ മോർ ദാൻ 20,000 ആളുകളുണ്ട്. ഈ 20,000 ആളുകളും ഞാനുമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധം ഉണ്ടായത് ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു അംഗം എന്ന നിലയ്ക്ക്. അത് വലിയൊരു ഘടകമാണ്. അതിലൊരു ലീഡർ എന്ന നിലയ്ക്ക് കൂടെ ഞങ്ങൾ ആദരിക്കുകയാണ്. അവർക്കൊക്കെ ആ ഒരു പൊക്കിൾക്കൊടി ഹൃദയ ബന്ധമുണ്ട്, വൈകാരിക ബന്ധം. അപ്പോഴെന്താ വെച്ചിട്ട് അതും ശരിക്കും ഈ ബിസിനസ്സിന് വളരെയധികം സഹായിച്ചു. തീർച്ചയായിട്ടും. താങ്ക് ഗോഡ്. താങ്ക് യു തങ്ങളെ. ഏതായാലും ചുരുങ്ങിയ സമയമായിപ്പോയി എന്നുള്ള ഒരൊറ്റ ഇതുണ്ട്, പരിമിതിയുണ്ട് നമുക്ക് ഈ ചാനലിൽ. എന്തായിരുന്നാലും താങ്കൾ വന്നു, വളരെ ഹൃദ്യമായി സംസാരിച്ചു, വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിതത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പെറുക്കിയെടുത്ത ഓർമ്മകൾ, അനുഭവങ്ങൾ, തീക്ഷ്ണമായ വിസ്ഡം തന്നെ, തിരിച്ചറിവുകൾ കൊടുത്തതിൽ വളരെ സന്തോഷം. താങ്ക് യു.